ഏപ്രിൽ 14 രാത്രി ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് വൈറ്റ് ഹൗസിൽ നിന്നും എത്തിയ ആ ഫോൺ കോൾ വെറുമൊരു നയതന്ത്ര സംഭാഷണമായിരുന്നില്ല. പശ്ചിമേഷ്യൻ യുദ്ധം അതിന്റെ 7ാം ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ ലോകം ഒരു സാമ്പത്തിക തകർച്ചയുടെ വക്കിൽ നിൽക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ നടത്തിയ ആ 40 മിനിറ്റ് നീണ്ട ചർച്ച ആഗോള രാഷ്ട്രീയത്തിന്റെ ഗതി മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നാണ്. ഈ സംഭാഷണത്തിന് പിന്നിലെ തന്ത്രപരമായ നീക്കങ്ങളെയും ഒളിഞ്ഞിരിക്കുന്ന 7 പ്രധാന രഹസ്യങ്ങളെയും വിശദമായി തന്നെ വിശകലനം ചെയ്യേണ്ടതുണ്ട്. ലോകം ശ്വാസം അടക്കി പിടിച്ചു നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് രണ്ട് കരുത്തുറ്റ നേതാക്കൾ തമ്മിലുള്ള ഈ സംഭാഷണം നടക്കുന്നത്. ഹോർമുസ് കടലിടുക്കിലെ ഉപരോധവും ഇറാനുമായുള്ള യുദ്ധ സാഹചര്യവും കാരണം ആഗോള എണ്ണ വിപണി അസ്ഥിരമായിരിക്കെ ഇന്ത്യയുടെയും അമേരിക്കയുടെയും നീക്കങ്ങൾ ലോകം ഉറ്റുനോക്കുകയാണ്. ഈ ഫോൺ കോളിന് ശേഷം പ്രധാനമന്ത്രി മോദി തന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ട്രംപിനെ എന്റെ സുഹൃത്തെന്ന് വിശേഷിപ്പിച്ചത് നയതന്ത്ര ലോകത്ത് വലിയ ചർച്ചയായിട്ടുണ്ട്. കഴിഞ്ഞ ഡിസംബർ മുതൽ മാർച്ച് വരെയുള്ള കാലയളവിൽ ട്രംപുമായി നടത്തിയ സംഭാഷണങ്ങളിൽ പ്രസിഡന്റ് ട്രംപ് എന്ന ഔദ്യോഗിക നാമമായിരുന്നു മോദി ഉപയോഗിച്ചിരുന്നത്. എന്നാൽ വീണ്ടും പഴയ സൗഹൃദത്തിലേക്ക് മടങ്ങിയത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം കൂടുതൽ വ്യക്തിപരവും ദൃഢവുമാകുന്നു എന്നതിന്റെ തെളിവാണ് നൽകുന്നത്. അമേരിക്കൻ അംബാസിഡർ സെർജിയോ ഗോർ സൂചിപ്പിച്ചതുപോലെ ഈ സൗഹൃദത്തിന് പിന്നിൽ വലിയ തോതിലുള്ള പ്രതിരോധ കരാറുകളും വാണിജ്യ ഇടപാടുകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ സംഭാഷണത്തിൽ മോദി വ്യക്തമാക്കിയത് ട്രംപ് തന്നെ നേരിട്ട് വിളിച്ചു എന്നാണ്. നയതന്ത്രത്തിൽ ആരാദ്യം വിളിക്കുന്നു എന്നത് പ്രധാനമാണ്. അമേരിക്കൻ പ്രസിഡന്റ് നേരിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വിളിച്ചത് യുദ്ധം മുറുകുന്ന ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ പിന്തുണ അമേരിക്കയ്ക്ക് എത്രത്തോളം അനിവാര്യമാണെന്നും വ്യക്തമാക്കുന്നു. റഷ്യ യുക്രൈൻ യുദ്ധത്തിലും പശ്ചിമേഷ്യൻ പ്രതിസന്ധിയിലും ഒരു നിഷ്പക്ഷ നിലപാട് സ്വീകരിച്ചുകൊണ്ട് തന്നെ ആഗോളതലത്തിൽ സ്വാധീനം ചെലുത്താൻ ഇന്ത്യക്ക് സാധിക്കുന്നുണ്ട്. ഈ സ്വാധീനം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ട്രംപ് മോദിയുടെ സഹായം തേടിയത്. ലോകത്തെ 20% എണ്ണയും LPG കടന്നു പോകുന്ന ഹോർമുസ് കടലിടുക്ക് ഇന്ന് ഒരു അഗ്നിപർവ്വതത്തിന് മുകളിലാണ്. ഇറാൻ ഈ പാത അടച്ചതോടെ മറുപടിയായി അമേരിക്ക ഏർപ്പെടുത്തിയ നാവിക ഉപരോധം ഏഷ്യൻ രാജ്യങ്ങളെ ശരിക്കും ബാധിച്ചു. ഇന്ത്യ, ജപ്പാൻ, ദക്ഷിണ കൊറിയ തുടങ്ങിയ രാജ്യങ്ങളുടെ ഊർജ്ജ സുരക്ഷ ഈ പാതയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഹോർമുസ് കടലിടുക്ക് തുറന്നതും സുരക്ഷിതവുമാകണമെന്ന മോദിയുടെ കർശന നിലപാട് ഇന്ത്യയുടെ സാമ്പത്തിക താൽപര്യങ്ങൾ സംരക്ഷിക്കാനുള്ളതാണ്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ നേതൃത്വത്തിൽ പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ നടന്ന ചർച്ചകൾ പരാജയപ്പെട്ടെന്നാണ് ലോകം കരുതിയിരുന്നത്. എന്നാൽ ട്രംപ് മോദിയെ അറിയിച്ചത് മറ്റൊന്നാണ്. വരുന്ന ശനിയാഴ്ച ഇസ്ലാമാബാദിൽ ചർച്ചയുടെ 2ാം റൗണ്ട് നടന്നേക്കും. ലോകത്തിന് മുന്നിൽ കടുത്ത നിലപാടെടുക്കുമ്പോഴും ഇറാനുമായി ഒരു ധാരണയിലെത്താൻ അമേരിക്ക രഹസ്യമായി ശ്രമിക്കുന്നുണ്ടെന്ന് ഈ 40 മിനിറ്റ് നീണ്ട സംഭാഷണം വ്യക്തമാക്കുന്നു. ഈ ചർച്ചകളിൽ ഒരു മധ്യസ്ഥനായി ഇന്ത്യ അമേരിക്ക കാണുന്നുണ്ടാകാം. ഇറാനുമായുള്ള യുദ്ധം ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഒരു കെണിയായി മാറിക്കഴിഞ്ഞു. ആഗോള സമ്പദ്വ്യവസ്ഥ തകരുന്നത് അമേരിക്കയ്ക്കുള്ളിലും ട്രംപിനെതിരെ വിമർശനങ്ങൾ ഉയർത്തുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ അന്തസ്സോടെ യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ ട്രംപിന് ഒരു വലിയ ലോക നേതാവിന്റെ പിന്തുണ വേണം. ഇറാനുമായി ചരിത്രപരമായി നല്ല ബന്ധം പുലർത്തുന്ന ഇന്ത്യക്ക് അമേരിക്കയ്ക്കും ഇറാനും ഇടയിൽ ഒരു നയതന്ത്ര പാലമായി പ്രവർത്തിക്കാൻ കഴിയും. ചർച്ചകളുടെ പ്രശ്നം പരിഹരിക്കാൻ മോദിക്ക് കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ട്രംപ്. യുദ്ധം 7ാം ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ ഇന്ധനവില കുതിച്ചുവരികയും നിക്ഷേപകർ ആശങ്കയിലാവുകയും ചെയ്തിട്ടുണ്ട്. മോദിയും ട്രംപും തമ്മിലുള്ള ഈ വിസിബിൾ സംഭാഷണം വിപണികൾക്ക് ഒരു പോസിറ്റീവ് സിഗ്നൽ നൽകാൻ ഉദ്ദേശിച്ചുള്ളതാണ്. ലോകത്തിലെ 2 വലിയ ജനാധിപത്യ രാജ്യങ്ങൾ സമാധാനത്തിനായി കൈകോർക്കുന്നുവെന്ന വാർത്ത വിപണികളിൽ ആത്മവിശ്വാസം വളർത്തും. ഇത് ഇന്ധനവിലയിലെ അനിശ്ചിതത്വം കുറയ്ക്കാൻ സഹായിച്ചേക്കാം. നിലവിലെ വെടിനിർത്തൽ ഏപ്രിൽ 21 അവസാനിക്കുകയാണ്. അതിനു മുൻപ് ഒരു ശാശ്വത പരിഹാരം ഉണ്ടായില്ലെങ്കിൽ യുദ്ധം കൂടുതൽ ഭീകരമായ ഘട്ടത്തിലേക്ക് കടക്കും. ട്രംപും മോദിയും തമ്മിലുള്ള സംഭാഷണം സമാധാനത്തിന്റെ ഒരു പുതിയ ജാലകം തുറന്നിരിക്കുകയാണ്. എങ്കിലും ചൈനയുടെ ഇടപെടലുകളും ഇറാന്റെ കടുത്ത നിലപാടുകളും ഇപ്പോഴും വെല്ലുവിളിയായി തുടരുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് കനൽ വഴിയിലൂടെയുള്ള നടത്തമാണ്. അമേരിക്കയുമായുള്ള തന്ത്രപരമായ പങ്കാളിത്തം കാത്തു സൂക്ഷിക്കുമ്പോൾ തന്നെ ഇറാന്റെ പിണക്കം വാങ്ങാതിരിക്കാനും മോദി ശ്രദ്ധിക്കുന്നു. ഹോർമുസ് കടലിടുക്കിലെ 21 കിലോമീറ്റർ ചോക്ക് പോയിന്റിലെ സ്തംഭനാവസ്ഥ തുടരുമ്പോൾ ലോകം കാത്തിരിക്കുന്നത് വലിയൊരു മാറ്റത്തിനാണ്. ട്രംപ് നടത്തുന്ന വരാനിരിക്കുന്ന ചൈന സന്ദർശനവും ഇസ്ലാമാബാദിലെ 2ാം ഘട്ട ചർച്ചകളും ഈ യുദ്ധത്തിന്റെ വിധി നിശ്ചയിക്കും. മോദിയും ട്രംപും തമ്മിലുള്ള ആ 40 മിനിറ്റ് ലോക സമാധാനത്തിലേക്കുള്ള ദൂരമാണോ അത് മറ്റൊരു തന്ത്രപരമായ നീക്കമാണോ എന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. കടൽ കത്തുകയാണ്. ആ കനൽ കെടുത്താൻ ലോകം കാത്തിരിക്കുന്നത് ഈ നേതൃത്വങ്ങളുടെ കരുത്തിലാണ്.